ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയിട്ടേ പദ്ധതി തുടങ്ങാവൂ എന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ പദ്ധതി തുടങ്ങി. കേര പദ്ധതി കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ആ പദ്ധതി തുടങ്ങുമ്പോൾ അതിന് ആവശ്യമായ ചില മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നടത്തി കർഷകർക്കുള്ള പരിശീലനങ്ങൾ, മറ്റു പരിശീലനങ്ങൾ, അതെല്ലാം രംഗത്തേക്കും ഞങ്ങൾ കടന്നു കഴിഞ്ഞു. ആ കടന്നു കഴിഞ്ഞതിനനുസരിച്ചിട്ട് പണത്തിൻ്റെ ഇതുകൊണ്ട് എവിടെയും ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നതേ ഇല്ല. ഈ 2365 കോടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഓടിയ ആൾക്കാരാണ് ഞങ്ങളെല്ലാം. ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയാണത്. നിങ്ങൾ വിചാരിക്കണ്ടോ ആ പദ്ധതി എവിടെ ഇട്ടിട്ട് പോകുമെന്ന്? കഴിഞ്ഞ 40 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൻ്റെ കൃഷി വകുപ്പിൽ നടപ്പിലാകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. 2365 കോടി രൂപയുടെ പദ്ധതി വെറുതെ ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. അത്രമേൽ അധ്വാനം ഞാനടക്കമുള്ള കൃഷി വകുപ്പിൻ്റെ ഈ ടീം അത്ര അത്യധ്വാനം ചെയ്ത് ബന്ധപ്പെട്ടതെല്ലാം ബന്ധപ്പെട്ട് അത് ഡൽഹിയിലായാലും മറ്റിടങ്ങളിലെല്ലാം പോകേണ്ടതെല്ലാം പോയി കൃത്യമായി ഇതെല്ലാം തയ്യാറാക്കി അതിൻ്റെ പുറകെ നിന്ന് കേന്ദ്രമന്ത്രിമാരടക്കം കാണേണ്ട അവസരങ്ങളുണ്ട്. അതെല്ലാം കണ്ട് ചെറിയ അധ്വാനത്തിൻ്റെ പുറത്ത് വന്നല്ല 2365 കോടി. 40 കൊല്ലക്കാലത്തിനിടയിൽ ഇത്രയും വലിയൊരു പദ്ധതി കേരളത്തിൽ കൃഷി വകുപ്പിൽ നടപ്പിലായിട്ടില്ല. 2365 കോടി രൂപയുടെ പദ്ധതി ആ അർത്ഥത്തിൽ നടപ്പിലായവരാണ് കേരളത്തിൽ. അതുകൊണ്ട് ആ പദ്ധതി ഒരു തരത്തിലും ഒരാൾക്കും ആ പദ്ധതിക്കകത്ത് മറ്റ് തരത്തിൽ ഒരു മോശപ്പെട്ട തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ നോക്കില്ല. അത്രയും ഞങ്ങൾ വളരെ ആലോചിച്ച് അതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കി. വെറുതെ ചുമ്മാ ഒരു DPR തയ്യാറാക്കി കൊണ്ടുപോയി കൊടുക്കുന്നല്ലോ ഒന്നും. വിവിധ തലങ്ങളിൽ എത്രയോ നാളുകൾ, മാസങ്ങൾ ചർച്ചകൾ നടത്തി, വർഷങ്ങളെടുത്തു ഇത് അനുമതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉൾപ്പെടെയുള്ള കാര്യത്തിനകത്ത്. കേന്ദ്രമന്ത്രിയെ, ധനകാര്യ വകുപ്പിൻ്റെ അനുവാദം വേണം. നമ്മൾ കടമെടുക്കുന്നത് നമ്മൾ തിരിച്ചടയ്ക്കുന്നതുമാണ്, ലോണാണ്. ഒരു പൈസ അതിനകത്ത് കേന്ദ്ര സഹായമില്ല. എങ്കിലും നമുക്ക് കേന്ദ്രത്തിന് അനുവാദം വേണം. കേന്ദ്ര മന്ത്രാലയത്തിൽ കേന്ദ്രമന്ത്രിയെ കാണുന്നതിന് ഞങ്ങൾ ഒന്നിച്ചു പോയത്, അല്ലാതെ ഉദ്യോഗസ്ഥർ പ്രത്യേകമായി പോയതൊക്കെ നിരവധി തവണകൾ, എത്രയോ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത, സൃഷ്ടിച്ചെടുത്ത ഒരു പദ്ധതിയാണിത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ കയ്യിൽ വരുന്ന ഇനങ്ങൾ മാത്രമല്ല. ഇപ്പോൾ റബ്ബർ ഞങ്ങളല്ല, ഏലം ഞങ്ങളുടെ ഇതിൽ വരുന്നതല്ല. പക്ഷേ എന്നാൽ ഏലം, റബ്ബർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഇതിന് സഹായം എത്തണം. ഇത് കൃഷിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രത്യേകമായി അതിനെയും ഞങ്ങൾ കണക്ക് കൂട്ടി ഏലം, കോഫി, റബ്ബർ എന്നിവയെ കൂടി ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. നമ്മുടെ നാളികേരം, നെല്ല്, പച്ചക്കറി അതിനെല്ലാം കണക്കിലെടുത്ത് അങ്ങനെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രതിസന്ധി നമ്മുടെ കേരളത്തിൽ നിൽക്കുമ്പോൾ അതിനെങ്ങനെ പരിഹരിക്കാൻ പാകത്തിൽ പറ്റും? അവിടെ വലിയ എമൗണ്ട് പണം നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിടത്തേക്കാണ് ഈ 2365 കോടിയുടെ പദ്ധതി. അതിൽ 700 കോടിയോളം രൂപ സംസ്ഥാന ഗവൺമെൻറ് നൽകേണ്ടതാണ്. അത് ബജറ്റിൽ ആ തരത്തിൽ അംഗീകാരം കിട്ടി. ഈ അംഗീകാരം കിട്ടുമ്പോൾ വേൾഡ് ബാങ്ക് തരാമെന്ന് സമ്മതിക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിൽ ഓരോ വർഷവും വെക്കാമെന്ന് സമ്മതിക്കുന്നു. അതിന് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയും വാങ്ങി. അങ്ങനെ എല്ലാം നടന്നിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ പദ്ധതി നടപ്പിലായി തുടങ്ങി കേരളത്തിൽ. ആ ഉദ്ഘാടനം നടക്കുന്നതിന് നമ്മുടെ മുമ്പിൽ ഒരുപാട് മഴയുടെ പ്രശ്നങ്ങൾ അടക്കമുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ സമയങ്ങൾ വരുന്നു. കേരളത്തിലെ കാർഷിക മേഖല ഏറ്റവും വലിയ പദ്ധതിയാണ്. ഉദ്ഘാടനം നടക്കാത്തത് കൊണ്ട് ഈ പരിപാടി ഒരു ദിവസം പോലും മുടങ്ങിയില്ലല്ലോ. അത് കാണണ്ടേ? സാധാരണഗതിയിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് വെക്കുമ്പോൾ ആ ഉദ്ഘാടനത്തിന് ആൾ വന്നില്ല, അല്ലെങ്കിൽ അത് വെക്കുന്നു. അങ്ങനെയാണോ ഞങ്ങൾ നോക്കിയത്? ഞങ്ങൾക്ക് മുഖ്യമന്ത്രി മാത്രമല്ല, ഞങ്ങൾക്ക് ഒരുപാട് ആലോചിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇല്ല, രണ്ടല്ല. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ നോക്കും. ഞങ്ങൾക്ക് പരിപാടി നടത്താൻ ഞങ്ങളുടെ വൈകി ആലോചിച്ച് ഇതിനോടൊപ്പം ഞങ്ങൾ വൈകി നടത്തുന്നുണ്ട്. ഈ ആളുകളെല്ലാം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഏത് ദിവസം ഡേറ്റ് തരും. നമുക്ക് കൂടി സൗകര്യപ്രദമായ ഒരു ഡേറ്റ് വേണം. ഒരു വലിയ മഴക്കാലത്ത് നമ്മൾ കൊണ്ടുവന്ന് കേരളം മൊത്തം മഴയെ ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്ത് ഈ ഒരു പരിപാടി കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ വലിയ പദ്ധതി നടപ്പിലാകാൻ പോകുന്നത് അങ്ങനെ നമുക്ക് ചുരുക്കി കാണാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ കാലാവസ്ഥ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണക്കിലെടുത്തിരിക്കുന്നത്. കാലാവസ്ഥയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് കർഷകർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ പരിപാടിയായി മാറ്റണം. അതുകൂടി കണക്കിടും. അതുകൊണ്ട് ഉദ്ഘാടനം നടക്കുന്നത് വരെയും പദ്ധതി നടപ്പിലാവേണ്ട ഞങ്ങൾ തീരുമാനിച്ചില്ല. ഇപ്പോൾ റബ്ബർ കർഷകർക്കുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ വരുന്നത് സെപ്റ്റംബറിൽ കൊടുക്കാൻ പോവാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല. ആ വർക്കെല്ലാം നടന്നു. അപ്പോൾ ഒരു ദിവസം പോലും അതിൽക്കാതെ ഞങ്ങൾ കുറേ ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി ഡെപ്യൂട്ടി ചെയ്ത് അവർ അതിനകത്ത് നമ്മൾ സാധാരണയിൽ പ്രതീക്ഷ അപ്പുറത്തേക്ക് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി സ്ട്രെയിൻ എടുത്ത് മറ്റ് വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചേർന്നിരുന്ന് ആ സംവിധാനത്തെ ഒന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ എത്ര സമയം എടുത്തു? അപ്പോൾ ഇതെല്ലാം ചെയ്ത് എല്ലാം കൃത്യമാക്കി ഇനി അങ്ങ് നടന്ന് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അതിൻ്റെ പരിശീലന പരിപാടികൾ നടത്തി. പൈസയ്ക്ക് തടസ്സമില്ലിപ്പം. അത് നിങ്ങളൊരു ധാരണ മാത്രമാണ്.
നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ വർക്ക് പോകുന്നതിന് തുടക്കത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോവുകയാണ്. പൈസയ്ക്ക് തടസ്സം ഉണ്ടാകുന്നതില്ല. പൈസ ഒരു പ്രശ്നമായിട്ട് കേരയുടെ ഒരു പരിപാടിക്കും ഇപ്പോൾ അതിനൊരു ഒരു ടൈം ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് പോകുന്നതിന് പണത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു പരിപാടിയും മുടങ്ങുന്നില്ല. ആർക്കും പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ഒരു അയൺ കട്ടറിൻ്റെ പിന്നിൽ നടക്കലല്ലോ. അപ്പോൾ അത്രമേൽ ഞങ്ങൾ താല്പര്യം എടുത്തിട്ടുണ്ട്. കൃഷി വകുപ്പ് ആസ് എ ഹോൾ ആ താല്പര്യത്താണ് നിൽക്കുന്നത്. അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അത് ഞാൻ കൃഷി വകുപ്പിൻ്റെ മന്ത്രി നടത്തിൽ പറയുന്നു. കേര പദ്ധതി നടപ്പിലാക്കുന്നതിൽ അല്പം പോലും പാളിച്ച ഉണ്ടാവില്ല. ആ കേര പദ്ധതി ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കും. ഞാൻ വാക്ക് ആവർത്തിക്കുന്നു. അങ്ങനെ വളരെ ഇതായിട്ട് ഞങ്ങൾ കണ്ട ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണത്. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു പ്രത്യേക ഒരു മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നിർദ്ദേശമൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഞാൻ അവാർഡിലേക്ക് പോകുന്നു. ഈ ബഹളത്തിനിടയ്ക്ക് അവാർഡിൻ്റെ കാര്യം ഇതാവരുത്. നമ്മുടെ റിയൽ ഹീറോസ് ഈ കർഷകരാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു നാടും സമൂഹവും ഏറ്റവും വലിയ സെലിബ്രിറ്റികളായി കൈകാര്യം ചെയ്യേണ്ടുന്ന, പരിഗണിക്കേണ്ടുന്ന, ആദരിക്കേണ്ടുന്ന കർഷകർ, ആ കർഷകരുടെ അവാർഡ്, ആ കർഷകരുടെ ദിനം, ഈ രണ്ട് കാര്യങ്ങൾക്കും കർഷക അവാർഡ് പ്രാദേശികമായി ഇപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള അവാർഡിൻ്റെ പുറത്തേക്ക് പ്രാദേശികമായും കർഷകർക്കെല്ലാം അവാർഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവാർഡുകൾ നൽകുന്ന ചിങ്ങം 1 പരിപാടി എല്ലാ കൃഷിഭവനിലും സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ അർത്ഥത്തിനുമുള്ള പിന്തുണയും പിൻബലവും അത് നൽകണം എന്നുകൂടി അറിയിക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.